ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഡൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് 3 തരത്തിലാണ്. ക്ലാസിക് ഡൽഗോണ കോഫി, ചോക്ലേറ്റ് ഡൽഗോണ കോഫി, കോൾഡ് ഡൽഗോണ കോഫി എന്നീ 3 തരത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കോഫി ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നല്ല ക്രീമി ആക്കി എടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്രീമി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോഫി ക്രീം ഇവിടെ നല്ല ക്രീമി ആയിട്ട് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ബീറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റോളം ഏകദേശം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നല്ല ചൂടുള്ള 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഈ പാലിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ടാണ് ഞാനിവിടെ തിളപ്പിച്ചത്. തനി പാലാണ് എടുക്കേണ്ടത്, വെള്ളം ചേർക്കരുത്. ഇപ്പോൾ 1/4 കപ്പ് പാൽ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി ക്രീം 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വീതം നന്നായിട്ട് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യരുത്. നന്നായിട്ട് ചേർത്ത് മുകളിലായിട്ട് വെച്ച് നല്ല ഇതാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്ലാസിക് ഡൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി ക്രീമിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എടുത്ത് വെക്കാം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോഫി ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഈ കൊക്കോ പൗഡറോട് ചേർത്ത് നല്ല ഇതാക്കി എടുക്കാം. ഈ ചോക്ലേറ്റ് ഡൽഗോണ കോഫിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് നല്ല ചൂടുള്ള ഒരു 1/4 കപ്പ് പാലോട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കോഫി ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഡൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോഫി ക്രീം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റും കൂടെ ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയും കൂടെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കോൾഡ് ഡൽഗോണ കോഫിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 4 ഐസ് ക്യൂബ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഐസ് ക്യൂബ്സിലേക്ക് നമുക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് നല്ല തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി ക്രീം ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൾഡ് ഡൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടേസ്റ്റി ആയിട്ടുള്ള 3 തരത്തിലുള്ള ഡൽഗോണ കോഫി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് ഈ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.